ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തിൻ മൗത്തിന് എന്ത് രസം. പലരും ഇപ്പോൾ പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സൂഫി ഗാനം എന്ന പേരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ചില വരികളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭ്രാന്ത് ഒട്ടും സുഖമുള്ള ഒരു കാര്യമല്ല. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചവർക്കും അറിയാം, സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് വേദനാജനകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വമ്പിച്ച വേദനയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിൽ കുറവ് ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഭ്രാന്തിൽ നിന്ന് രക്ഷ തേടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുനൂൻ. സംഭവമൊക്കെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞതിനോട് നമ്മൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഇസ്ലാമിക പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ആയത്ത് കിടക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, അത്ര വലിയ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നിട്ടോ ഭ്രാന്തായാലും ഒരു സുഖം കിട്ടുമെന്ന് കരുതിയിട്ടോ ഒന്നുമല്ല കുട്ടികൾക്ക് പാടുന്നത്. അതൊരു ട്രെൻഡായപ്പോൾ അതങ്ങനെ അറിയാതെ പാടി പോകുന്നതാണ്. അതിന് നിങ്ങൾ പണ്ഡിതന്മാർ ഇങ്ങനെ എടുത്തിട്ട് അലക്കൊന്നും വേണ്ട. കുറച്ചൊക്കെ ചെറിയൊരു ഇളവൊക്കെ കൊടുക്കി ദീന് മുറുകെ പിടിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കയ്യിൽ തീക്കട്ട പിടിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ കൂടെയാണല്ലോ ജീവിച്ചു പോകുന്നത്. ആ ഒരു തീക്കട്ട പിടിക്കാൻ പുതിയ കുട്ടികൾക്ക് അത്ര കണ്ട് കഴിയൂല. വയ്യരികിൽ നിന്ന് വ്യഭിചരിക്കുന്നത് കാണുമ്പോൾ ഒന്ന് മാറി നിൽക്കി എന്ന് പറയുന്നവർക്ക് വരെ ദീനുണ്ട് എന്നല്ലേ. അപ്പോൾ ഒരു ചെറിയ ഇളവൊക്കെ കൊടുക്കാം. ഒരിക്കലും പുതിയ തലമുറ ഇതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നിട്ട് ഇസ്ലാമിനെതിരായിട്ട് പാടണമെന്ന് കരുതിയിട്ട് പാടുന്നതെന്നല്ല, അതൊക്കെ പാടിപ്പോകുന്നതാണ്. പിന്നെ ഒരു തീരെ അളവ് കൊടുക്കാതെ കുട്ടികളെ സ്ട്രിക്റ്റായിട്ട് വളർത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് മറ്റേ മോളുണ്ടായിരുന്നല്ലോ, എന്താണ് കല്യാണ പരിപാടി, മൂല്യന്മാർ പൊട്ടി തെറിച്ചില്ലേ, അതേമാതിരി ആണ് പൊട്ടി തെറിക്കും. പിന്നെ അപ്പോൾ നിങ്ങൾ ചെറിയ അളവൊക്കെ കൊടുക്കി. കണ്ടൻറ്റിൻ്റെ കുറവാണെങ്കിൽ ഇവിടെ കണ്ടൻറ്റ് കെട്ടിക്കിടക്കുക, നമ്മൾ തരാം. ഒരിക്കലും നിങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ചെറിയ അളവൊക്കെ കൊടുത്തില്ലെങ്കിലേ പുതിയ കുട്ടികൾക്കും പിടിച്ചിരിക്കണ്ടേ. ഒരു താളത്തിൽ അങ്ങനെ പാടിപ്പോകുന്നതാണ്. ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം, ഭ്രാന്തായാൽ എന്തു സുഖം.